70 വർഷമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമില്ലാത്തൊരു സംസ്ഥാനമില്ലായിരുന്നു. അത് ഇപ്പം നഷ്ടപ്പെടാൻ പോവുകയാണ് ഈ എക്സിറ്റ് പോൾ യാഥാർത്ഥ്യമായ. അതായത് 78 സീറ്റുകളിൽ ന്യൂനപക്ഷ പോളറൈസേഷൻ വന്നിട്ടുണ്ട്. സ്ഥിരം കളിക്കാർ ADMK-ലും DMK-ലും ഇങ്ങനെ കിടക്കുകയാണ്. ഈ നേതാവ് മാത്രമേ മാറുള്ളൂ. ഈ മന്ത്രിമാരെല്ലാം MLA-മാരെല്ലാം ഇതുപോലെ. ഇനിയും മമത അവിടെ വന്നാൽ ഒരുപക്ഷെ ബംഗാൾ ഇനി SIR-ൽ നിൽക്കാത്ത വിധത്തിലേക്ക് പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുകയാണ്. കേരളത്തിൽ UDF-ന് മേൽക്കൈ നൽകുന്ന സർവേ ഫലങ്ങൾ തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ DMK-യെ എഴുതി തള്ളുന്നില്ല. അവർ അധികാരത്തിൽ തുടരാൻ സാധ്യതയെന്ന് കൂടുതൽ അഭിപ്രായ സർവേകളും പറഞ്ഞിരിക്കുന്നു. എന്നാൽ വിജയ്ക്ക് നിർണായകമായിട്ടുള്ള മുൻതൂക്കം നൽകുന്ന ഒരു അഭിപ്രായ സർവേയും അതും ഇന്ത്യ ടുഡേയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. TVK ഉജ്ജ്വല മുന്നേറ്റം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. ബംഗാളിലേക്ക് പോകുമ്പോൾ അവിടെ BJP-ക്ക് മുൻതൂക്കം നൽകുന്ന സർവേ ഫലങ്ങളുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേട്ടം കൈവരിക്കുമെന്ന് പറയുന്ന സർവേ ഫലങ്ങളുമുണ്ട്. അസം, പുതുച്ചേരി സംസ്ഥാനങ്ങൾ BJP ആധിപത്യം തുടരുകയും ചെയ്യുന്നു എന്നാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പറയുന്നത്. പരിശോധിക്കാം നമുക്ക് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാം. നമ്മളിപ്പോൾ ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സാർ പ്രതീക്ഷിച്ച പോലെയാണോ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നത്? ആദ്യം കേരളത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കേരളത്തിൽ UDF-ന് മേൽക്കൈ നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. അത് പല നിരീക്ഷകരും പറഞ്ഞതിനനുസരിച്ച് നിൽക്കുന്ന ഫലങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓരോ ഫിഗേഴ്സും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. 72 മുതൽ 90 സീറ്റ് വരെ, അതാണ് പല സർവേ ഫലങ്ങളുടെയും ആകെത്തുകയായി പറയുന്നത് UDF-ന് ലഭിക്കും എന്ന്. LDF പിന്നിലേക്ക് പോകുന്നു. BJP-ക്ക് 0 മുതൽ 7 വരെ സീറ്റുകൾ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ? എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ട് ഞാൻ പറഞ്ഞ പോലെ വന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ 80-85 UDF-ന് പറഞ്ഞത്. അതുപോലെ തന്നെ 50 സീറ്റ് കടക്കാൻ തന്നെ പാടാണ്, മാക്സിമം 55 LDF എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ BJP-യുടെ കാര്യത്തിലെ ഒരല്പം വ്യത്യാസം വന്നുള്ളൂ. 5 മുതൽ 8 വരെ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ 3-4 സീറ്റേ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പൊതുവെയുള്ള അഭിപ്രായം. അതിലൊരു കാരണം FCR അനാവശ്യമായി സമയത്ത് വന്നു എന്നുള്ളതാണ്. ഈ 2020-യുടെയും മധ്യ കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളുടെയും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുടെയൊക്കെ അഭിപ്രായം. കാരണം അത് പള്ളി പൊളിക്കുമെന്നുള്ളൊരു ആരോപണമായിട്ട് പള്ളി പൊളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് UDF അത് ഉപയോഗിച്ചു. അത് താഴെ തട്ട് വരെ അത് വലിയ തോതിൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി എന്നും പറയപ്പെടും. സമയം തെറ്റായിപ്പോയി. അത് വളരെ റോങ് ടൈമിലാണ് ഇട്ടതെന്ന് ഇന്നലെയും എന്നെ 2020 ഒരു വലിയ നേതാവാണ് എന്നോട് പറഞ്ഞത്. ആ FCR കൊണ്ടിട്ട് ഒരു കുരുത്തം കെട്ട സമയത്തായി പോയെന്നാണ് പുള്ളി പറഞ്ഞത്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും 2020-ക്കും അതുപോലെ തന്നെ പൂഞ്ഞാറിൽ PC ജോർജിനും പാലായിൽ ഏതാണ്ട് ഉറപ്പിച്ചതാണ്. ബിഷപ്പ് വരെ വളരെ അനുകൂലമായിട്ട് ഷോൺ ജോർജിന് നിന്നതാണ്. പാലായി ഏതാണ്ട് കിട്ടുമെന്ന് വരെ പറഞ്ഞുകൊണ്ട് നിന്നതാണ്. അവിടെയൊക്കെ വലിയ അടികൾ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. എന്തായാലും ഞാൻ പറഞ്ഞ കണക്ക് ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അതായത് 78 സീറ്റുകളിൽ ന്യൂനപക്ഷ പോളറൈസേഷൻ വന്നിട്ടുണ്ട്. ആ 78 സീറ്റുകളിൽ എനിക്ക് തോന്നുന്നൊരു 65 അല്ലെങ്കിൽ 68 സീറ്റ് വരെ UDF ജയിക്കും. 65 ആയാൽ പോലും പിന്നെയും 62 സീറ്റ് ബാക്കി കിടക്കുകയാണ്. ആ 62 സീറ്റുകളിൽ തീർച്ചയായിട്ടും, അത് തെക്കോട്ടുള്ള സീറ്റുകളാണ്, ആ 62-ൽ തീർച്ചയായിട്ടും ഒരു 20 സീറ്റെങ്കിലും വീണ്ടും UDF-ന് കിട്ടും. അങ്ങനെ ഒരു 80 സീറ്റ്, ചിലപ്പോൾ 85 വരെയും പോകാം. അത് അതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ BJP-ക്ക് ത്രികോണ മത്സരം വരുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് 1ാം സ്ഥാനത്ത് BJP വരുന്നിടത്ത്, പ്രത്യേകിച്ച് 2ാം സ്ഥാനത്ത് വരുന്നിടത്ത് 3ാം സ്ഥാനത്ത് ആര് പോകുന്നു, അത് LDF ആണോ UDF ആണോ എന്നുള്ളതാണ്. അപ്പോൾ UDF-ന് മേൽക്കോയ്മ അല്ലെങ്കിൽ ഇതിലെ പിടിക്കുന്ന വോട്ടുകൾ 1ഉം 2ഉം സ്ഥാനങ്ങളിൽ വരുന്നിടത്ത് BJP പിടിക്കുന്ന വോട്ടുകൾ അതും വളരെ പ്രധാനമാണ്. LDF-ൻ്റെ വോട്ടാണോ കൂടുതൽ പിടിക്കുന്നത്, BJP-യുടെ കോൺഗ്രസിൻ്റെ വോട്ടാണോ കൂടുതൽ പിടിക്കുന്നത്, അത് 2 ഘടകങ്ങളും ആശ്രയിച്ചിരിക്കും.
LDF എത്ര സീറ്റ് പിടിക്കുമെന്നുള്ളത്. LDF പറയത്തക്ക നേട്ടമൊന്നും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതെ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് UDF അധികാരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തവണ തിരുവനന്തപുരത്ത് തന്നെ 14-ൽ 1 കഴിഞ്ഞ തവണ. കോവളം മാത്രമാണ് LDF കിട്ടിയത്. ഇത്തവണ UDF കിട്ടിയത്. ഇത്തവണ അത് തിരിച്ച് പിന്നെ UDF പറയുന്ന ഒരു 5 സീറ്റ്, ചിലപ്പോൾ 6 സീറ്റ് വരെ ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. അതെ, UDF ഒരു 6 സീറ്റ് വരെ പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. നെയ്യാറ്റിൻകര, കാട്ടാക്കട, അരുവിക്കര, പിന്നെ പാറശാലയൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന സീറ്റുകളായിട്ടാണ് പറയുന്നത്. അതുപോലെ കോവളം. പിന്നെ 2 സീറ്റുകൾ അവർ പറയുന്നത്, ഒന്ന് വാമനാപുരവും ഒന്ന് വട്ടിയൂർക്കാവുമാണ്. ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത്, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിലവർ വാമനാപുരവും വട്ടിയൂർക്കാവും അവർക്ക് കിട്ടുമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 7 സീറ്റ്. 7 ഒരു 5 സീറ്റ് കിട്ടിയാൽ പോലും അത് വലിയ നേട്ടമാണ്. കൊല്ലത്തും ഇതുപോലെ തന്നെ വട്ടിയൂർക്കാവും UDF കിട്ടുമെന്നാണ് പറയുന്നത്. വട്ടിയൂർക്കാവ് അവരുടെ കണക്കിൽ ടൈറ്റ് ഫൈറ്റാണ്. അവർ തന്നെ ടൈറ്റ് ഫൈറ്റ് എന്നാണ് പറയുന്നത്. അതും കൂടെ കിട്ടിയാൽ 6 ആവും. വാമനാപുരം അതുപോലെ സാധ്യതയുണ്ട്. അവിടെ ഒരു വലിയ പോളറൈസേഷൻ നടന്നിട്ടുണ്ട് UDF അനുകൂലമായി. അതും കൂടെ വന്നാൽ 7 സീറ്റ് വരെ പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ കണക്കൂട്ട്. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ തിരുവനന്തപുരം ജില്ല തന്നെ അങ്ങനെ പോയാൽ ഇവിടെ തന്നെ LDF അപ്പം പിന്നെ 6-7 സീറ്റ് പോയില്ലേ. അതെ, അതുപോലെ കൊല്ലത്തും 4-5 സീറ്റ്. നിയമവും കഴക്കൂട്ടും ഒക്കെ കിടക്കുകയാണ്. പിന്നെ അതിന് പുറമെ മറ്റേ കിടക്കുകയാണ് BJP പിടിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ. ഒരു 3 സീറ്റെങ്കിലും BJP ഇവിടെ പിടിച്ചുകൂടായില്ല. 2 ഉറപ്പാണ്. 3 വരെ പോകുമെന്നാണ്. എക്സിറ്റ് പോൾ സർവേയിലൊന്നും അത്രയൊന്നും സ്ട്രോങ് ആയി പറയുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? എക്സിറ്റ് പോൾ സർവേയിൽ 3 സീറ്റ് വരെ പറയുന്നുണ്ട്. 3 സീറ്റ് വരെ ചില സർവേകൾ അങ്ങനെ പറയുന്നു. അല്ല, അതിൽ കിട്ടാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ്. ഏതെങ്കിലും ഒരു താമരയെങ്കിലും വരുന്നെങ്കിൽ അത് തിരുവനന്തപുരത്തായിരിക്കും. 2 ഉണ്ടെങ്കിലും തിരുവനന്തപുരത്തായിരിക്കും. അതിൽ കൂടുതൽ പോകുന്നെങ്കിൽ ചിലപ്പോൾ പാലക്കാടും മഞ്ചേശ്വരവും, പിന്നെ നമുക്ക് തൃശ്ശൂരും ഒക്കെ നോക്കേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ ചാത്തന്നൂരൊക്കെ നോക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം ജില്ല ഇങ്ങനെ നിൽക്കുകയാണ്. കൊല്ലത്തേക്ക് പോകുമ്പോൾ അവിടെയും ഇടതുപക്ഷത്തിന് കാലിടറുന്ന കാഴ്ചയാണ് എന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. 4-5 സീറ്റുകൾ വരെ അവിടുന്ന് 11 4-5 സീറ്റുകൾ വരെ പോകുമെന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ആ കുത്തക അവിടെയും നഷ്ടപ്പെടുകയാണ്. പിന്നെ ആലപ്പുഴയിൽ അമ്പലപ്പുഴ പോകുമെന്ന് പറയുന്നു. അപ്പം പിന്നെ അതിനപ്പുറം ഒന്നും പറയണ്ടല്ലോ. അതെ, അമ്പലപ്പുഴ UDF കിട്ടുക എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ല UDF മുൻതൂക്കം നേടുമെന്നാണ് പറയുന്നത്. അതാ പറഞ്ഞത്. അല്ല, അമ്പലപ്പുഴ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, മാർക്സിസ്റ്റ് കോട്ടയല്ലേ. അവിടെ അവരുടെ ഒരു വിമതനായിട്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, സംശയമൊന്നുമില്ല. അപ്പോൾ ആ വിമതനായിട്ട് തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം G. സുധാകരൻ അവിടെ ജയിക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു മോശമായ സൂചനയല്ലേ. പിന്നെ കണ്ണൂർ, പാലക്കാട് കഴിഞ്ഞ തവണ പിടിച്ച പോലെ പിടിക്കില്ല. കണ്ണൂർ തന്നെ നമ്മൾ പറയുന്നത് പണ്ടത്തെ കൂട്ടല്ല. ഇരിക്കൂർ, പേരാവൂർ, അഴീക്കോട്, കണ്ണൂർ, ഈ മണ്ഡലങ്ങൾ തന്നെ പോക്കാണെന്നാണ് പറയുന്നത്. പിന്നെ തളിപ്പറമ്പ് 5 പോയി. 9 സീറ്റാണുള്ളത്. 5 പോയി കഴിഞ്ഞാൽ പിന്നെ 4 ഉള്ളൂ. തളിപ്പറമ്പിൻ്റെ കാര്യം ഉറപ്പില്ല, പക്ഷേ തളിപ്പറമ്പും കിട്ടും. TK കോന്നൻ ജയിക്കുമെന്നാണ് UDF കണക്കിൽ അവർ പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് കാസർഗോഡ്. തൃക്കരിപ്പൂർ ഒരിക്കലും കിട്ടില്ല എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന സീറ്റാണ് പിന്നെ വലതു മുന്നണിയെ സംബന്ധിച്ചോളം. പക്ഷേ ഇത്തവണ തൃക്കരിപ്പൂർ വാര്യർ ജയിക്കുമെന്നാണ്, സന്ദീപ് വാര്യർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കണക്കൂട്ടലുകൾ ശരിക്കും പറഞ്ഞാൽ ചകിടിപ്പിക്കുന്നതാണ് LDF സംബന്ധിച്ച്. കാരണം എറണാകുളം ജില്ല കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഏകദേശം എക്സാക്ട് പോളാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എക്സാക്ട് പോളായി തന്നെ വരാനേ സാധ്യതയുള്ളൂ. ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അടിയൊഴുക്കുകൾ വരെ ഉണ്ടാവണമായിരുന്നു. അടിയൊഴുക്കുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ നടക്കുന്ന ചില അഭിപ്രായ സർവേക്ക് പിന്നാലെ അഭിപ്രായ പ്രകടനങ്ങൾ കൂടി സൂചിപ്പിച്ചിട്ട് പോകാൻ തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചതാണ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ലീഗിന്റെ പിന്തുണ VD സതീശന്, മുഖ്യമന്ത്രി കസേര അതുകൊണ്ട് തന്നെ സതീശൻ സ്വന്തമാക്കാൻ സാധ്യത. ആ ഒരു മുഖ്യമന്ത്രി പോര് ക്ലൈമാക്സിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സതീശന് തന്നെ മേൽക്കൈ കിട്ടും എന്നാണോ നമുക്കിപ്പോൾ പറയേണ്ടത്? അപ്പോൾ എന്തായാലും എക്സിറ്റ് പോൾ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സതീശൻ തന്നെ ആയിരിക്കുമോ? അതോ ഞാൻ പറഞ്ഞില്ലേ, ഈ 78 സീറ്റുകളിൽ ഒരു 68 സീറ്റ് വരെ, 65-68 സീറ്റ് വരെ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നതാണ്. അതിലധികവും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന ആൾ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ എന്ത് കുഴപ്പം? എന്ത് വരാനിരിക്കുന്നു? അതിൽപ്പരം ഒരു ദ്രോഹം അവർക്ക് വരാനുണ്ടോ? അപ്പോൾ അവരുദ്ദേശിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി ആക്കണമെന്നാണ്. പിന്നെ അതിനിപ്പോൾ അവർ പറയുന്നില്ലെന്നേ ഉള്ളൂ.
ഇപ്പോൾ ലിൻഡോ ജോണിനെ പോലുള്ളവരൊക്കെ ഇന്ന് പറയുന്ന കേട്ടു EMS കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാമെങ്കിൽ എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടാന്ന്. EMSനെയും കുഞ്ഞാലിക്കുട്ടിയും അപ്പോൾ ഞാൻ പറഞ്ഞു EMS പിന്നെ നമ്പൂതിരി ലീഗിൻ്റെ ഇലക്ഷനിൽ നിന്നല്ല, പാർട്ടിയിൽ നിന്നല്ല ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയത്. നമ്പൂതിരി ലീഗിൽ മത്സരിച്ച് അങ്ങനെ ഒരു ലീഗ് ഉണ്ടാക്കി അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയെങ്കിൽ അതും കുഞ്ഞാലിക്കുട്ടിയും കൂടെ കമ്പയർ ചെയ്യുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഒരു പിന്നെ വിപ്ലവ പ്രസ്ഥാനത്തിൽ നിന്ന്, അന്ന് തനി വിപ്ലവ പ്രസ്ഥാനമായിരുന്നു, ആ പ്രസ്ഥാനത്തിൽ നിന്ന് വന്ന EMSനെ അത്തരത്തിൽ കമ്പയർ ചെയ്യുന്നത് എന്ത് കമ്പാരിസണാണ്? അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ഇതേ ഉള്ളൂ, ഇവരെല്ലാം പണക്കാട് തങ്ങളുടെ ആലയത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കമാൻഡിന് ഇവിടെ ഒരു സേവ് ഉണ്ടാവില്ലേ? വീണ്ടും അവർ ലോ കമാൻഡ് ആവോ? തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല സാർ, ഹൈക്കമാൻഡ് ഈ ഒരു വിഷയത്തിൽ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തേക്കും എനിക്ക് തോന്നുന്നു. അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല, ഒരു കാരണവശാലും പറ്റില്ല. ഹൈക്കമാൻഡിൻ്റെ 2 കുഞ്ഞുങ്ങളെ പാർലമെൻറ്റിൽ എത്തിച്ചിരിക്കുന്നത് പാണക്കാട് തങ്ങളുടെ ഭവനത്തിലെ ഒരു യെസ് കൊണ്ടാണ്. വയനാടെന്ന മണ്ഡലം അവർ ഔദാര്യപൂർവ്വം വിട്ടുകൊടുത്തതാണ്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ്. പക്ഷേ അവർ ഔദാര്യപൂർവ്വം വിട്ടുകൊടുത്തു, വാശിയോടെ ജയിപ്പിച്ച് അടങ്ങുമെന്ന് പറഞ്ഞു നിന്നും. ഒരിക്കൽ രാഹുലിനെ ജയിപ്പിച്ചു, ഇപ്പോൾ പ്രിയങ്കയെ ജയിപ്പിച്ചു, ഇനി സോണിയെ വേണമെങ്കിലും ജയിപ്പിക്കും, ഇനി ഇവരുടെ കൊച്ചുപുത്രൻ റെഡിയായി വരുന്നുണ്ട്, അയാളെ വേണമെങ്കിലും ജയിപ്പിക്കും പ്രിയങ്കയുടെ. അപ്പോൾ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു നിൽക്കുമ്പം പണക്കാട് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇവിടെയാണ്. അപ്പം നിലവിൽ ഇന്നത്തെ സ്ഥിതി വെച്ച് ഇനി 4-ാം തീയതി ആകുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. പക്ഷേ VD സതീശനെ അവിടുന്ന് പുറത്താക്കണമെന്ന് എങ്ങനെയെങ്കിലും മാറ്റണമെന്നുള്ളത് സോണിയയുടെയും പ്രിയങ്കയുടെയും ഒരു ആഗ്രഹമാണ്. എവിടെ നിന്ന്? ഡൽഹിയിൽ നിന്ന്. KC വേണുഗോപാലിനെ ഡൽഹിയിൽ ഹിന്ദി ബെൽറ്റിൽ നല്ല പരിജ്ഞാനവും തറവും ഒക്കെ ഉള്ള ഒരാൾ വരണം. ഒരു പൂഴിക്കടകം കളിക്കുന്ന ഒരാളെ കൊണ്ടുവരണം. അതിന് അതുപോലെ സംഘടനാ കാര്യങ്ങൾ കുറേ കൂടെ ശക്തമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പിന്നെ വേണ്ട രീതിയിൽ എത്തിക്കാനായിട്ട് കെൽപ്പുള്ള ഒരാൾ വേണം എന്ന് സോണിയയ്ക്ക് വളരെ ആഗ്രഹമുണ്ട്. പ്രിയങ്കയും ഏതാണ്ട് അനുകൂലം എന്ന് പറയുന്നത്. പക്ഷേ രാഹുൽ ഒറ്റ പിടിയാണ്, KC വേണുഗോപാൽ ഡൽഹിയിൽ വേണം, നമ്മുടെ കൂടെ വേണം. KC വേണുഗോപാലിനെ ഇവർ 3 പേരും അപ്പോൾ അനുകൂലിക്കും. പുറത്തോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ 2 പേരും, എന്നാൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെയും അനുകൂലിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നേരെ കുറച്ച് രമേശിലേക്ക് വരുമ്പോൾ, രമേശ് ചെന്നിത്തലയ്ക്ക് സമുദായ സംഘടനകളുടെ എല്ലാം തന്നെ പിന്തുണയുണ്ട്, സഭകളുടെ പിന്തുണയുണ്ട്. ഇനിയിപ്പോൾ ലീഗ് അക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല വന്നാലും കുഴപ്പമില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചേക്കുന്നത്. അങ്ങനെ ഒരു അസന്നിഗ്ധ ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരു 5 പതിറ്റാണ്ടിലേറെ കാലത്തെ രാഷ്ട്രീയ പക്വത, ഭരണ പരിചയം, വലിയ സ്ഥാനങ്ങൾ, 28 വയസ്സ് മുതൽ അദ്ദേഹം ഏതാണ്ട് 60 വയസ്സ് വരെ അദ്ദേഹം വഹിച്ചിട്ടുള്ള സ്ഥാനങ്ങളെല്ലാം വലിയ ഉന്നത സ്ഥാനങ്ങളാണ്. ആഭ്യന്തരമന്ത്രി വരെയുള്ളത്. ഇപ്പോൾ UDF ക്യാമ്പ് അത്തരത്തിൽ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും വിശ്വസിക്കേണ്ട, യഥാർത്ഥ ഫലം വരുമ്പോൾ ഞങ്ങളായിരിക്കും അധികാരത്തിൽ തുടരുക എന്നുള്ള ഒരു ആത്മവിശ്വാസം വീണ്ടും LDF ക്യാമ്പിലൊക്കെ വരുന്നുണ്ട്. താത്വികാചാര്യൻ്റെ പ്രഖ്യാപനം പോലെ ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് നിന്ന് കൃഷ്ണദാസ് ഇതുപോലെ പറയുന്നത് കേട്ടു. ഭൂരിപക്ഷം കൂടുതൽ എക്സിറ്റ് പോളിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇനിയിപ്പോൾ ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുമെന്നറിയില്ല. LDFും UDFും UDF ഒരു 80-85 സീറ്റുകൾ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ ഒരു പ്രശ്നമാണ്. ആ ഒരു പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് UDF വളരെ കാര്യമായിട്ട് ആലോചിക്കേണ്ടതാണ്. അല്ല, ഇതിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ എല്ലാ തവണയും കളിക്കും. അവർ തോറ്റാലും ജയിച്ചെന്ന് പറയും, തോറ്റമ്പിയാലും ഞങ്ങൾ ഇനി അടുത്തതിലേക്ക് കാൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും. പക്ഷേ അവർ അനുഭവിക്കാൻ പോകുന്ന ഒരു പതനം വളരെ വലുതാണെന്നുള്ളത് അവരറിയുന്നില്ല. 70 വർഷമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമില്ലാത്തൊരു സംസ്ഥാനമില്ലായിരുന്നു. അത് ഇപ്പം നഷ്ടപ്പെടാൻ പോവുകയാണ് എക്സിറ്റ് പോൾ യാഥാർത്ഥ്യമായാൽ. യാഥാർത്ഥ്യമാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. 2011 ബംഗാളിൽ കാലിടറി അവിടെ തൂത്ത് മാറ്റപ്പെട്ടു, തുടച്ചു മാറ്റപ്പെട്ടു. പുറകെ പിന്നെ ആസാം, അത് മാത്രമല്ല പിന്നെ ത്രിപുര പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളം പോകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ സീറോ ആയി പോകും. അതെ. അപ്പോൾ അത്തരത്തിലാണ്, അതാണ് നമ്മൾ CPMും കേരളത്തിലെ അഭിപ്രായ സർവേ ഫലങ്ങളും ഒക്കെ തന്നെ പറയുകയാണ്. നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പോവാണ്. അവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ സിനിമയെ വെല്ലുന്ന. അതെ, അതിനു മുമ്പ് വരെ നമ്മൾ എല്ലാം നിരീക്ഷകരെല്ലാം പറഞ്ഞിരുന്നു AIADMK BJP സഖ്യം അവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്
പറഞ്ഞിരുന്നത്. ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും, പക്ഷേ സാധ്യത നേരിയ മുൻതൂക്കത്തോടുകൂടി ഇവർ അധികാരത്തിൽ വന്നാൽ അതിശയിക്കേണ്ടതില്ല എന്ന്. അപ്പോൾ വന്നിരിക്കുന്ന ഫലങ്ങളെല്ലാം തന്നെ DMKക്കാണ് കൂടുതൽ അഭിപ്രായ സർവേകളും മുൻതൂക്കം നൽകുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഇന്ത്യ ടുഡേയുടെ അഭിപ്രായ സർവേ എങ്ങനെയാണ് കാണുന്നത്? ഞെട്ടിച്ചിരിക്കുന്നത് വിജയിയുടെ TVK 120 സീറ്റ് നേടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അതിന് ഞാനത് വളരെയധികം ആലോചിച്ചു എന്താണ് അവരങ്ങനെ പറയാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ കണക്കൂട്ടൽ വിജയ് 35% വോട്ട് പിടിക്കുമെന്നാണ്. ഓക്കെ, ത്രികോണ മത്സരം വരികയും 35% വോട്ട് പിടിക്കുകയും ചെയ്താൽ 120 സീറ്റ് കിട്ടിക്കൂടായികയില്ല. കാരണം 1977 MGRന് 33% വോട്ട് കൊണ്ട് 130 സീറ്റ് പിടിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു പാരമ്പര്യം കിടപ്പുണ്ട്. അവിടെ അന്ന് ത്രികോണ മത്സരം പോലെ ആയിരുന്നു. കോൺഗ്രസ് പ്രത്യേകവും DMK പ്രത്യേകവും അണ്ണാ DMK പുതിയ രൂപീകരിച്ചത് പ്രത്യേകമൊക്കെ ആയിട്ട് മത്സരിച്ചു. അപ്പോൾ ആ സന്ദർഭത്തിൽ 33% വോട്ട് വെച്ച് 130 സീറ്റ് പിടിക്കാമെങ്കിൽ 35% വോട്ട് കിട്ടിയ ഇന്ന് വിജയ്ക്ക് 120 എന്ന് പറയുന്നത് അത്ര വലിയൊരു കിട്ടാക്കനിയൊന്നും അല്ല. അതിനവർ പറയുന്ന കണക്കും വളരെ വ്യക്തമാണ്. അവരുടെ സർവേയിൽ അവർ പറയുന്നത് 19 വയസ്സിനും 21 വയസ്സിനും ഇടയ്ക്കുള്ളവരുടെ 68% പേരുടെ പിന്തുണയാണ്. 21 മുതൽ 29 വയസ്സ് വരെയുള്ളവരുടെ 59% പിന്തുണ. ഭൂരിഭാഗം ചെറുപ്പക്കാരും അവർക്കൊപ്പം നിന്നു എന്നാണ് പറയുന്നത്. ഇതിന് പുറമെ 31 മുതൽ 49 വരെയുള്ളവരുടെ 32% പിന്തുണ അവിടെയും ഉണ്ട്. പിന്നെ 51 മുതൽ 59 വരെയുള്ളവരുടേതിൽ 20%. ഇത്ര വലിയ ഒരു പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ 38% വുമൻ വോട്ടേഴ്സ് വിജയ്ക്കൊപ്പം നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് അവർ ഈ കൺക്ലൂഷനിലേക്ക് എത്താൻ കാര്യം. അപ്പോൾ അതായത് ഈ മറ്റ് രണ്ട് കക്ഷികളെയും മടുത്തു. അതായത് ഇത് കുറേ നാളായല്ലോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു 60കൾക്ക് ശേഷം ഈ DMK മുന്നണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച് ഇങ്ങ് കയറി വന്നു. 65-ന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. അത് പിന്നെ ഇങ്ങനെ തുറന്നു വരികയില്ലേ. 65-ന് ശേഷം ഇന്ന് വരെ DMK ആയിരുന്നു. അത് പിന്നെ രണ്ടായിട്ട് പിറന്ന ADMK ആയി. കോൺഗ്രസ് അവിടെ ഇല്ലാതായി. ആദ്യം കോൺഗ്രസും DMKയും തമ്മിലായിരുന്നു മത്സരം. പിന്നെ കോൺഗ്രസ് ഇല്ലാതായി ADMKയും DMKയും തമ്മിലായി മത്സരം. ഇതിലെ പല MLA-മാരും പറയുന്നത് 30 വർഷം മുതൽ 50 വർഷം വരെ ആയ ഒരു അനവധിയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഈ മുഖങ്ങളെയെല്ലാം കണ്ടവർ മടുത്തു. ഓക്കെ, ഈ സ്ഥിരം കളിക്കാർ ADMKയിലും DMKയിലും ഇങ്ങനെ കിടക്കുകയാണ്. ഈ നേതാവ് മാത്രമേ മാറുള്ളൂ. അതെ, ഈ മന്ത്രിമാരെല്ലാം MLA-മാരെല്ലാം ഇതുപോലെ. അപ്പോൾ ഇതുകൊണ്ട് ജനം മടുത്തിരിക്കുകയാണ്. പിന്നെ DMKയും ADMK ആളുകൾ വെറുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ചിന്താഗതിയും ഉണ്ട്. ഇത്തവണ പിന്നെ വേറെ ഒന്ന് പറ്റിയത്, ഈ എടപ്പാടിക്ക് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരു ഗ്ലാമർ പ്രത്യേകം പറയാനില്ല. സ്റ്റാലിൻ്റെ ഒരു പ്രത്യേകത, ഭരണത്തിലിരിക്കുന്നു, മുഖ്യമന്ത്രിയാണ്, പല ആനുകൂല്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഒത്തിരി നാളത്തെ ഭരണപരിചയവും ഇതൊക്കെ ഉണ്ട്. DMK എന്ന് പറയുന്നത് ഒരു കേഡർ പാർട്ടിയാണ്, അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എടപ്പാടിക്ക് അത്തരത്തിലൊരു പ്രത്യേകത ഇല്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം സ്വയം വലിയ ആളാകാനായിട്ട് അണ്ണാമലയെ പോലുള്ളവരെ വെട്ടിമാറ്റി നിർത്തി. ഒരുപക്ഷെ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ മുഖ്യമന്ത്രിയും ഈ നിൽക്കുന്ന അണ്ണാമലൈ ഉപമുഖ്യമന്ത്രിയുമായിട്ട് തമിഴ്നാട് കണ്ടതിലേക്കും ഏറ്റവും നല്ല ഒരു മന്ത്രിസഭ ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിൽ പരം വേറൊന്ന് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ചിന്തിക്കാനുണ്ടാകുമായിരുന്നില്ല. ആ വിധത്തിൽ അത് BJPക്ക് അതൊരു വലിയ ബൂസ്റ്റായതിനെ. അണ്ണാമലയ്ക്ക് ജനങ്ങൾ കൊടുക്കുന്ന പിന്തുണ മുഴുവൻ തനിക്കും കൂടെ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞേനെ. പക്ഷേ അതിന് പകരം ഇദ്ദേഹം ആ ആളിനെ MLA ആക്കരുത്, ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എങ്ങും നിർത്തരുത്, കേന്ദ്രത്തിലേക്ക് വിട്ടോണം, അതിനാണ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് ആലോചിക്കുന്നത്. ആ ആലോചനകൾ വരെ BJPയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ തന്നെ അണ്ണാമലയ്ക്കാണ് ഏറ്റവും വലിയ പിന്തുണ കിട്ടിയത്, ഏറ്റവും വലിയ ഒരു സ്വീകാര്യത കിട്ടിയത്. പ്രധാനമന്ത്രിക്ക് കൈയടി കിട്ടി, അടുത്ത് കഴിഞ്ഞ് എടപ്പാളിക്ക് കൈയടി കിട്ടി, അത് കഴിഞ്ഞിട്ട് നയനാർ നാഗേന്ദ്രന് അവിടുത്തെ പാർട്ടി സെക്രട്ടറി പ്രസിഡന്റിന് കിട്ടി, അത് കഴിഞ്ഞിട്ട് അണ്ണാമലയുടെ പേര് പറഞ്ഞപ്പോൾ ഇത് 3-നേക്കാൾ കവച്ചു വയ്ക്കുന്ന ഒരു കൈയടി അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിസ്സാര ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ജനങ്ങളുടെ പിന്തുണ അത്ര വലുതാണ്. എന്നിട്ടും അദ്ദേഹത്തിനെ ഔട്ടാക്കിക്കൊണ്ട്, ഔട്ട് ഓഫ് ഫോക്കസ് ആക്കി നിർത്തിക്കൊണ്ട് എടപ്പാടി തൻ്റെ വ്യക്തിത്വം കാണിക്കാൻ മുന്നോട്ട് വന്നു. പക്ഷേ അത്രയ്ക്ക് വലിയ വ്യക്തിത്വം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ കാണിക്കുന്നത്. ഓക്കെ, അല്ലേ, നമുക്കറിയാം എടപ്പാടി പഴനിസ്വാമിക്ക് എത്രത്തോളം വലിയൊരു ഇമേജ് ഉണ്ട്. ആ ഒരു
ഇത് എത്രത്തോളം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന മാത്രമല്ല അദ്ദേഹത്തിന് ഈ ഭരണവിരുദ്ധ വികാരം വേണ്ട രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. വിജയ്ക്ക് അത് കഴിഞ്ഞു. വിജയ് എല്ലാ യോഗത്തിലും പറയാണ് സ്റ്റാലിൻ സാർ മാറേണ്ടത് ആവശ്യമായിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭരണം നമുക്ക് ദ്രോഹമായി മാറിയിരിക്കുന്നു. നിങ്ങൾക്കൊരു ഓഫീസിൽ പോയൊരു ലെറ്റർ കിട്ടാവോ? നിങ്ങൾ ഈ ടേബിളിൽ നിന്ന് ആ ടേബിളിലേക്കും ചാടിക്കൊണ്ട് നടക്കുന്നതല്ലാതെ, നിങ്ങൾ കാശ് കൊടുക്കുന്നതല്ലാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഞാൻ വന്നാൽ ഇതൊക്കെ മാറ്റും. നിങ്ങളുടെ മൊബൈലിൽ കൂടെ നിങ്ങൾക്ക് ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ ഞാൻ സിസ്റ്റം ഉണ്ടാക്കും, ഇലക്ട്രോണിക് സിസ്റ്റം അവിടെ കൊണ്ടുവരും. അതുപോലെ തന്നെ 10 ദിവസത്തിനകം ഒരു സർട്ടിഫിക്കറ്റ് തരേണ്ട ഉദ്യോഗസ്ഥൻ തന്നില്ലെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി ഞാൻ ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തമിഴ് ജനതയ്ക്ക് അതൊരു ആവേശമായിരിക്കും. കാരണം അവർ തെക്കോട്ടും വടക്കോട്ടും എത്ര പ്രാവശ്യം നടന്നാലാണ് അവർക്കൊരു പേപ്പർ കിട്ടുന്നതെന്ന് അവർക്കറിയാം. ഇന്നത്തെ അവസ്ഥയാണ് അത് ശരിയാണ്. അദ്ദേഹം എന്നിട്ടും പറഞ്ഞു നിങ്ങൾ എന്നിട്ട് അവസാനം കൈക്കൂലി കൊണ്ട് കൊടുക്കും. ഈ കൈക്കൂലി കൊടുക്കുന്നത് ആ ഉദ്യോഗസ്ഥനല്ല, അതിൻ്റെ 1% അയാൾ എടുക്കും, ബാക്കി പോകുന്നത് അങ്ങ് മോളിൽ ചെന്ന് സ്റ്റാലിൻ സാറിന് വരെയാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായും മുതലാക്കാൻ വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്, വിജയുടെ യോഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അല്ല ഇതിപ്പോൾ മറ്റ് സർവേകൾ കൂടുതലും വന്നിരിക്കുന്നത് DMKക്ക് അനുകൂലമായിട്ടാണ്. ഇതിപ്പോൾ ഇന്ത്യ ടുഡേ ആണ്, ഒരു സർവേ മാത്രമേ ഇങ്ങനെ വന്നിട്ടുള്ളൂ. TVK ഉയർത്തി. എനിക്കും അതിൽ സംശയമുണ്ട്. കാരണം തമിഴ്നാട്ടിലെ പലരും എൻ്റെ അടുത്ത് പറയുന്നത് അതെപ്പടി മുടിയും, ഇവിടെ ഒരു ഇലക്ഷൻ ബൂത്ത് ഏജന്റ് പോലും അവങ്ങൾക്ക് ഇല്ലേ, പിന്നെ എപ്പടി വോട്ട് പിടിക്കുമെന്നാണ് ചോദിക്കുന്നത്. അവിടെ ഒന്ന് കൈ കാണിച്ചാൽ മാത്രം വോട്ട് വീഴുവോ? അതാണ് ഇതിനകത്ത് ഒരു വലിയ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. മറ്റ് സർവേ ഫലങ്ങൾ പോയിടത്തെല്ലാം വലിയ ആൾക്കൂട്ടമാണ്, അത് സംശയമില്ല. പക്ഷേ അവിടെ ആ വോട്ടിനെ, ആ ആൾക്കൂട്ടത്തെ വോട്ടാക്കി മാറ്റാനുള്ള താഴത്തെ സെറ്റപ്പ് ഇല്ലാതെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ അതൊരു വലിയ അത്ഭുതമായിരിക്കും, ലോക അത്ഭുതമായിരിക്കും, ഇലക്ഷൻ ചരിത്രത്തിലെ ഒരു അത്ഭുതമായിരിക്കും. അത് ശരിയാണ്. അപ്പം പക്ഷേ മറ്റ് സർവേ ഫലങ്ങളെല്ലാം തന്നെ DMKക്ക് അനുകൂലമാകുമ്പോൾ ഭരണവിരുദ്ധ വികാരം അത്ര ശക്തമായി ഉയർന്നില്ല, ഏശിയില്ല എന്ന് തന്നെയാണോ? അല്ല, ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് DMK 120 130 ഇടയ്ക്കൊരു സീറ്റിലേക്ക് താഴ്മെന്ന് മറ്റ് സർവേകൾ പറയുന്നത്. ഇപ്പം DMKക്ക് ഒറ്റയ്ക്ക് 134 സീറ്റുണ്ട്, സഖ്യകക്ഷി എല്ലാം കൂടെ ചേർന്നാൽ 159 ഉണ്ട്, 160 അടുപ്പിച്ചായില്ലേ, അതിങ്ങ് താഴെ പോരുകയാണ്. പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകല്ലേ, കേരളത്തിലെ പോലെ. കേരളത്തിൽ LDF വലിയ പതനം ഉണ്ടായതിന് ഈ വോട്ടുകൾ ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ, അത് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ് ഭരണവിരുദ്ധ. അതേ സിറ്റുവേഷനാണ് തമിഴ്നാട്ടിലുള്ളത്. വിജയ് പിടിക്കുന്ന 35% അല്ല, ഇനി 10% ആയാലും 15% ആയാലും ആ 15% പ്ലസ് ADMKക്കും BJPക്കും കിട്ടുന്ന വോട്ടും കൂടെ നോക്കുമ്പോൾ അത് ഭയങ്കര വലിയ വ്യത്യാസമാണ്. ഒരു പക്ഷേ സ്റ്റാലിനെ തൂത്തെറിയാനുള്ള ഭൂരിപക്ഷം അവിടെ ഉണ്ട്. സ്റ്റാലിൻ്റെ മെജോറിറ്റി, DMKയുടെ മുന്നണിയുടെ ഭൂരിപക്ഷം പിന്നെ സീറ്റുകൾ വെറും 50 60 ഒക്കെ ആക്കി നിർത്താനുള്ള സ്ട്രെങ്ത് അവിടെ ഉണ്ട്. പക്ഷെ അത് പറ്റാത്തത് ഇത് ഡിവൈഡ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അതെ, അല്ല ഇതിപ്പോൾ അത്തരത്തിൽ തമിഴ്നാട്ടിൽ ആ ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബംഗാളിലേക്ക് പോകുമ്പോൾ ബംഗാളിൽ കുറച്ച് സർവേ ഫലങ്ങൾ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായി വരുന്നു, അവർ അധികാരത്തിൽ തുടരുമെന്ന് പറയുന്നു. പക്ഷേ പിന്നാലെ കുറേയേറെ അഭിപ്രായ സർവേകളിൽ BJPക്ക് മുൻതൂക്കം ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും സസ്പെൻസ് മാറാത്തൊരു സംസ്ഥാനമായി പശ്ചിമ ബംഗാൾ നിൽക്കുകയാണോ? തീർച്ചയായിട്ടും സസ്പെൻഷൻ ഒഴിവാക്കാൻ അവിടെ പറ്റില്ല. കാരണം നമ്മൾ നോർത്ത് ബംഗാൾ പറഞ്ഞു 152 സീറ്റ് ഒന്നാം ഘട്ടം, അതിൽ 100 സീറ്റ് വരെ BJPക്ക് നേടാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമിത്ഷാ പറയുന്നത് 110 സീറ്റ് വരെ പിടിക്കുമെന്നാണ്. ഞാനൊരു 100 സീറ്റ് എന്തായാലും അതിനകത്ത് പ്രതീക്ഷിക്കുന്നു. അവർക്ക് മാക്സിമം ഒരു 100 സീറ്റ് കിട്ടുകയാണെങ്കിൽ രണ്ടാം ഘട്ടം ദക്ഷിണ ബംഗാളിൽ വരുന്നിടത്ത്, അതായത് ഈ പ്രസിഡൻസി റീജിയനൊക്കെ വരുന്ന ഭാഗത്ത് അവർക്കൊരു 48 സീറ്റ് അല്ലെങ്കിൽ 50 സീറ്റ് കൂടെ കിട്ടിയാൽ ഭൂരിപക്ഷത്തിൽ എത്താം. 148 ഭൂരിപക്ഷത്തിന്. ഒരു 48 സീറ്റിന് മേൽ പിടിക്കുമെങ്കിൽ, ഒരു 50 സീറ്റെങ്കിലും പിടിച്ചാൽ BJPക്ക് അവിടെ വരാൻ സാധിക്കും. പക്ഷെ അതിൽ വളരെ എക്സ്ട്രീമായിട്ടുള്ള ദക്ഷിണ ഭാഗങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ 24 പർഗാനയൊക്കെ പറയുന്ന പോലത്തെ സ്ഥലങ്ങളൊക്കെ വളരെ, കൽക്കട്ടയുടെ സമീപ പ്രദേശങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവർക്ക് കിട്ടാവുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് ഈസ്റ്റേൺ പിന്നെ വെസ്റ്റേൺ സൈഡ് വരുന്നതാണ്, വെസ്റ്റ് ബംഗാളിൻ്റെ വെസ്റ്റേൺ സൈഡ് വരുന്ന റീജിയൻ. അവിടെ BJPക്ക് കുറേ കൂടെ സീറ്റ് മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് പറയുന്നു. 18 മുമ്പ് കിട്ടിയിരുന്നത്, അത് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അത് 3 ഇരട്ടിയാക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. കാത്തിരുന്ന് വേണ്ട. കൂടാതെ കഴിഞ്ഞ ദിവസം നടന്ന അവസാനഘട്ട വോട്ടെടുപ്പിൽ അക്രമ സംഭവങ്ങൾ ഒട്ടേറെ അരങ്ങേറി. ക്രമക്കേടുകൾ നടന്നിട്ടുള്ളൂ. ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വലിയ ക്രമക്കേടുകൾ.
അവിടെ മുർഷിദാബാദിലൊക്കെ പറയുന്നത് ഈ BJP-യുടെ താമര ചിഹ്നം പിന്നെ ഒരു സ്റ്റിക്കർ വെച്ച് മറച്ചിട്ട് ആണ് ഇലക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരല്ലേ പോകുന്നത്, അപ്പോൾ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതാണ്. ഇതിനേക്കാളൊക്കെ വലിയ ഘടകം ഇപ്പം SIR പ്രകാരം നമ്മൾ 92 ലക്ഷം പേരെ പുറത്താക്കി എന്നൊക്കെ പറയുന്നെങ്കിലും ഇതൊരു 60 ലക്ഷം പേരുടെ പുറത്താക്കൽ എല്ലാവരും അംഗീകരിച്ചതാണ്. കാരണം അത് ഡബിളിങ്ങും ഡെത്തും സ്ഥലം മാറിപ്പോയതും പിന്നെ ഒരു സംശയവും ഇല്ലാതെ വിദേശിയായതും ഒക്കെയാണ്. ആ 60 ലക്ഷം പേരെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. TMC അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു 34 ലക്ഷം പേരുടെ കാര്യങ്ങളാണ് ഇപ്പോഴും ഡൗട്ട്ഫുള്ളായിട്ട് കിടക്കുന്നത്. ആ ഡൗട്ട്ഫുള്ളിലാണ് മമതയ്ക്ക് സീറ്റ് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് മമത എടുത്ത മാർഗം എന്ന് പറയുന്നത് 36 ലക്ഷത്തോളം വരുന്ന മന്യ സംസ്ഥാന തൊഴിലാളികൾ, ബംഗാളികൾ പല സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ളവരെ എല്ലാം കൂടെ നാട്ടിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുക എന്നുള്ള തന്ത്രമായിരുന്നു. അതിനൊരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ അവരുടെ വില്ലേജ് ലെവലിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചു. അവർ നേരത്തെ തന്നെ അവരുടെ സർവേ ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്, എവിടെയൊക്കെ ആരൊക്കെ പോയിരിക്കുന്നുള്ളൂ. അതൊക്കെ ഓരോ വീട്ടിലും പോയി തൃണമൂലിൻ്റെ പ്രവർത്തകരും മറ്റുമൊക്കെ തിരിച്ചു വരാൻ പറയുകയും അവർക്ക് പിന്നെ അതിന് വേണ്ട ഫെസിലിറ്റി കൊടുക്കുകയും, വന്നില്ലെങ്കിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടും, പിന്നെ മമതാ സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെടും, ഒരു സർട്ടിഫിക്കറ്റിന് പോലും പിന്നെ ഓഫീസിൽ വന്ന് കയറേണ്ട ഇടപാട് വരില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണികൾ അവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഈ ആൾക്കൂട്ടം. നമ്മൾ കോവിഡ് കാലത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇങ്ങനെ ട്രെയിനിലും നടന്നും ഒക്കെ കയറി ഇങ്ങനെ പോയില്ലേ, അതേപോലെ ഒരു ആൾക്കൂട്ടമാണ് ഇത്തവണ പിന്നെ ബംഗാളിലേക്ക് പോയത്. അതെ, 92% എന്ന് പറയുമ്പോൾ ചില്ലറയല്ല. ഇല്ല, ചില്ലറയല്ല. അപ്പോൾ അവിടെ പക്ഷേ കേന്ദ്രസേനയുടെ സാന്നിധ്യം പറഞ്ഞു പോകാൻ വിട്ടത് അതാണ്. ഈ 36 ലക്ഷം പേര് 32 ലക്ഷം അല്ലെങ്കിൽ 34 ലക്ഷത്തിനടുപ്പിച്ച് വോട്ടർമാരെ വെട്ടിമാറ്റിയതിൽ ഡൗട്ട്ഫുള്ളായിട്ട് കിടക്കുന്നതിൽ അധികവും തൃണമൂലാണെന്ന് വിചാരിച്ചാൽ പോലും ഈ വന്ന ആൾക്കാർ എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. 36 ലക്ഷം പേര് മമത വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നവരാണ്. അതിൽ ഭൂരിപക്ഷവും TMCക്ക് വോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാമെന്നാണ് മമത വിചാരിച്ചു വെച്ചിരിക്കുന്നത്. മമതയുടെ കാലത്തും ഉള്ള ട്രിക്കുകൾ ഇതുപോലത്തെ ട്രിക്കുകളാണ്. അവർ അത് ഒരു പ്രശ്നം വന്നാൽ അത് വേറൊരു പ്രശ്നം കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ ഭയങ്കര പ്രഗത്ഭയാണ്. അത് പ്രശാന്ത് കിഷോറാണ് ഈ ടെക്നിക്ക് ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത്. അതായത് മൈനോറിറ്റിയുടെ മൈനോറിറ്റിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാഡം ജയിക്കും. ആ ട്രിക്കാണ് ഇവരിപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മൈനോറിറ്റിയിൽ മാക്സിമം 90% പിന്നെ മൈനോറിറ്റിയുടെ വോട്ടും പിടിക്കാമെങ്കിൽ അത് പിടിക്കുക. മെജോറിറ്റിയുടെ ഒരു മൈനോറിറ്റി അല്ല, ഇപ്പോൾ ഒരു 30 മുതൽ 40% വരെ വോട്ട് ഹിന്ദുക്കളുടേതും പിടിക്കുന്നുണ്ടെന്നാണ്. അത് എത്രയും കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് BJP-യുടെ ഉദ്യമവും, പ്രത്യേകിച്ച് ദക്ഷിണ ബംഗാളിൽ. അപ്പോൾ എന്തായാലും ബംഗാളിൽ മമതയ്ക്ക് നേരിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പോഴും വകയുണ്ട് എന്നുള്ളതാണ്. BJP ഇത്രയും ഫൈറ്റ് നടത്തിയിട്ടും. പക്ഷെ ഒരു പ്രശ്നമാണ്, ഇനിയും മമത അവിടെ വന്നാൽ ഒരുപക്ഷെ ബംഗാൾ ഇനി SIR-ൽ നിൽക്കാത്ത വിധത്തിലേക്ക് പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി ഒരു SIR ഇപ്പോൾ പെട്ടെന്ന് നടത്താൻ പറ്റൂ, അല്ലെങ്കിൽ ഇനി പ്രത്യേക പെർമിഷനും സുപ്രീം കോടതിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഇനി ഒരെണ്ണം നടത്താം. കാരണം അവരെ സംബന്ധിച്ചോളം അവരെപ്പോഴും ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരെ ഇങ്ങനെ ലിസ്റ്റിൽ കയറ്റിക്കൊണ്ടിരിക്കും. അത് ഇനി വർദ്ധിക്കാനാണ് സാധ്യത. കുറേ കൂടെ എൻഷുർ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായത് എന്തിനാണോ അത് വീണ്ടും ആവർത്തിക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളാക്കാണ് ഇനി ബംഗാൾ. ഈ അതിർത്തി പ്രദേശങ്ങളിൽ ചില ടെൻഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും സൈന്യത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ പരിഹരിക്കാൻ സാധിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ പലപ്പോഴും ഈ അനർഹരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ച് വിജയം നേടുന്നൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു മമതയ്ക്ക് എന്നാണ് കേട്ടിരുന്നത്. അപ്പോൾ അതിന് തടയിടാൻ സാധിച്ചുവെങ്കിലും ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ തിരിച്ചു വിളിച്ച് അത് ഒരു തുറുപ്പ് ചീട്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് പറയുന്നത്, അല്ലേ? സംശയമില്ല. അതാണ് BJPക്ക് ഉറപ്പുണ്ടായിരുന്ന വിജയത്തിൽ ഇപ്പോഴും ഒരു സംശയം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ BJP ഇത്തവണ ബംഗാൾ പിടിച്ചേനെ. മുഴുവൻ തന്ത്രങ്ങളും ഒരു പയറ്റിയതാണ്. മമത ഒരു ഭയങ്കര, ഞാൻ നോക്കിയിട്ട് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു വനിതാ ലീഡർ തന്നെയാണ്. BJPയോടൊക്കെ ഇത്രയും തന്ത്രങ്ങൾ കാണിച്ച് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാലേ ആർക്കും പറ്റില്ല. ജയലളിത ആയാലും പിന്നെ മറ്റൊരു ലീഡറെ ഞാൻ ഇതുപോലെ കണ്ടു. അതും ഒരു പ്രാദേശിക പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഇവര് കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, മല്ലികാർജുന ഖാർഗെയുടെ കസേരയിൽ ഇവർ ഇരിക്കേണ്ടതാണ്. അദ്ദേഹത്തിനേക്കാൾ സീനിയോറിറ്റി കൊടുത്ത് ഇവരെ ഇരുത്തേണ്ടത്. മമതാ കസേരയിൽ ഇരുന്നെങ്കിൽ അവിടെ ഫുൾ അടിയായിരിക്കും. എങ്കിൽ അവർ പാർട്ടിയെ കൊണ്ടുപോകും. പാർട്ടിയെ മെരുക്കി ഭയങ്കര ശക്തിയാക്കി ഇന്ത്യയിലെ ഒരു വലിയ പ്രതിപക്ഷ പാർട്ടിയായിട്ട് അവർ കൊണ്ടുപോകാനെ. ബാക്കി ഇന്ത്യ മുന്നണിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ അവർ കോൺഗ്രസിനെ
ആ വിധത്തിൽ അവർ വളർത്തിക്കൊണ്ടുവന്ന് ബി ജെ പിക്ക് എതിരെ നിന്നേനെ. പക്ഷേ കോൺഗ്രസ്സുകാരന്മാർക്ക് അതിനുള്ള, അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന് അതിനുള്ള താല്പര്യമില്ല, അതിനുള്ള കഴിവില്ല. അല്ല, ഇതാണ് അവർ അല്ല വെട്ടി ഓരോരുത്തരെ മാറ്റി അതെ 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 അതാണ് ഈ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്നവർ വിവേകമില്ലാതെ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവരുടെ ഇന്നത്തെ ഈ സ്ഥിതിയിലേക്ക് അവർ എത്തിപ്പെട്ടത്. കേരള ഇന്നത്തെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ നോക്കിയോ, അതെല്ലാം തന്നെ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോയ ആൾക്കാർ മാത്രമാണ്. അതാണ്. അല്ല, ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര നേതാക്കളെയാണ് അവർ നിഷ്കരുണം വെട്ടിമാറ്റിയത്. ഈവൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിനോട് എന്ത് മോശപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ് അവർ എടുത്തത്. മോശമായിട്ടാണ് അദ്ദേഹത്തെ പ്രണബ് മുഖർജിയെ പോലെ വിഷണറിയായ ഒരു നേതാവിനെ അവർ തലപ്പത്ത് കൊണ്ടുവരാതിരിക്കാൻ. ഇന്ദിരാഗാന്ധിയുടെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ അതാണ്. ഈ പ്രണബ് മുഖർജിയും നരസിംഹറാവുവിനെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുക, ഇവരെ തനിക്ക് മേൽ വരാതെ കൊണ്ടുപോകാൻ കഴിയുക. ഈവൻ മമതയെ വരെ ഇന്ദിരാഗാന്ധിയാണ് പൊക്കിക്കൊണ്ടുവന്ന് ആദ്യം ഇലക്ഷൻ നടത്തി ജയിപ്പിച്ച് സ്വന്തം ആളാക്കി കൊണ്ടുവന്നത്. അവർക്കറിയാം എവിടുന്ന് ആരെ കൊണ്ടുവരണം. അങ്ങനെ ലോക്കൽ ഒരു നേതാവും വേണം, ഞാൻ ഇന്ത്യയുടെ നേതാവായിട്ടും വേണമെന്നുള്ളൊരു ബുദ്ധി ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നത്തെ കോൺഗ്രസ്സിന് ഇല്ലാതെ പോയി. അല്ലെങ്കിൽ കോൺഗ്രസ്സിനുണ്ടെങ്കിലും അവർക്ക് മറ്റുള്ളവർ പേടിയാണ്. ഒരാൾ വളർന്നു വരുമ്പോൾ ആ പേടിയാണ്. പക്ഷേ കുറേയേറെ അഭിപ്രായ സർവേകളിൽ, എക്സിറ്റ് പോൾ സർവേകളിലൊക്കെ തന്നെ വന്നിരിക്കുന്ന റിസൾട്ട് ബി ജെ പിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. ബി ജെ പിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ബി ജെ പിയും ഈ മമതയുടെ തന്ത്രം ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. മെജോറിറ്റിയിൽ മെജോറിറ്റി പിടിക്കുക, മൈനോറിറ്റിയിൽ ഒരു മൈനോറിറ്റി ഒന്നുകിൽ വെട്ടിമാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്നതിന് വല്ലതും ഉണ്ടെങ്കിൽ അത് നിർത്തുക. അധികം വെട്ടിമാറ്റാനായിരുന്നു. ഒപ്പം തന്നെ ആ ഒരു പോളിസിയും അവിടെ അവരതുപോലെ വരുന്നത്. അതുകൊണ്ടാണ് ഇത് പ്രവചനാദി എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സാന്നിധ്യം കള്ളവോട്ടുകൾ തടഞ്ഞു, വളരെ ഭംഗിയായിട്ട് തടഞ്ഞു. വോട്ട് ഡബിളിങ്ങുകൾ വളരെ വലിയ രീതിയിൽ തടയാം. കേന്ദ്ര സേന വന്നതും പിന്നെ വോട്ടിംഗ് മെഷീൻ പിന്നെ ക്യാമറ വെച്ചുകൊണ്ട് വോട്ടിംഗ് മെഷീനെ ഫോക്കസ് ചെയ്ത് ക്യാമറ വെച്ചിരിക്കുന്നത്. 1 മിനിറ്റ് വോട്ടിംഗ് മെഷീൻ ക്യാമറ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവിടെ റീപോളിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് ഇതാ പരിപാടി, ക്യാമറ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ തന്നെ അത് കേടാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് 1 മിനിറ്റെങ്കിലും ക്യാമറ ഓൺ അല്ലെങ്കിൽ, 1 മിനിറ്റിൽ കൂടുതൽ ഓൺ അല്ലെങ്കിൽ തീർച്ചയായിട്ടും, കാരണം ഒരു 2 മിനിറ്റ് വരെ എടുക്കും ഒരു വോട്ട് ചെയ്യാൻ. അപ്പോൾ 1 മിനിറ്റിൽ കൂടിയാൽ അവിടെ സംഗതി വീണ്ടും റീപോളിംഗ് ആണ്. വലിയ പ്രശ്നങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു കാശ്മീരിൽ പോലും ഇത്രയും പാടുപെട്ട് ഇലക്ഷൻ നടത്തിയിട്ടില്ല. കാരണം കാശ്മീരിൽ നമുക്കറിയാം തീവ്രവാദികളൊക്കെ ഉള്ള സ്ഥലം, അവരെയൊക്കെ കവർ ചെയ്ത് ഉള്ള ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം അത് സമാധാനപരമായിട്ടൊക്കെ ഒരുവിധം നടന്നിട്ടുണ്ട്. പക്ഷേ ബംഗാളിൽ അങ്ങനെയല്ല. ഓരോ വോട്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള പുഷ് ആൻഡ് പുള്ള് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പല സ്ഥലങ്ങളിലും. അപ്പോൾ അവിടെ എന്തായാലും വോട്ടെടുപ്പ് ഫെയറായി നടത്തുക സാധിക്കുക എന്നുള്ളത് വലിയൊരു കടമ്പ തന്നെയാണ്. ഏറ്റവും വലിയ കടമ്പ ഇപ്പോൾ അതായിരിക്കുന്നു. ഇത് തന്നെയാണ് ബംഗാളിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. പക്ഷേ ഒരു കാര്യം, പിന്നെ വേറൊരു ഘടകങ്ങളുണ്ട്. ഇത്തവണ മാർക്സിസ്റ്റുകാർ കുറേ അവരുടെ വോട്ടുകൾ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതും ബി ജെ പിക്ക് ചിലപ്പോൾ പ്രതികൂലമാകുമെന്നൊരു സംശയം പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ ഈ മാർക്സിസ്റ്റ് വോട്ടുകൾ, കോൺഗ്രസ് വോട്ടുകളൊക്കെ TMCയോടുള്ള വിരോധം കൊണ്ട് പിന്നെ ബി ജെ പിക്ക് പോയിരുന്നു. പക്ഷെ അതിൽ കുറേ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി പിടിച്ചു നിർത്താനും അവർക്ക് 1-2 സീറ്റെങ്കിലും കിട്ടാൻ ഇതുവരെ ഒരു സർവേയിലും പറഞ്ഞില്ല കിട്ടുമെന്ന്. പക്ഷേ എങ്കിലും 1-2 സീറ്റെങ്കിലും റൂറൽ ഏരിയയിലെങ്കിലും പിടിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നൊക്കെയാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത്. ഓക്കെ, അത് ബി ജെ പിക്ക് എത്രത്തോളം ദോഷമാകുമെന്നുള്ളതാണ് ഒക്കെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഇലക്ഷനുകളെല്ലാം പ്രവചനാതീതമായിരിക്കുന്നത്. ഈ സർവേക്കാർ പോലും പറയുന്നത് സാധാരണ ഇതിൽ 5 വോട്ടിൻ്റെ ഡിഫറൻസ് ഒക്കെ ഇട്ടാണ് പറയാറ്. ഇവരെല്ലാം ഇപ്പോൾ 10 സീറ്റിൻ്റെ ഡിഫറൻസ് ഇട്ടാണ് പറയുന്നത്. കേരളത്തിൽ പോലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 10 സീറ്റിൻ്റെ ഡിഫറൻസ്. 10 സീറ്റിൻ്റെ ഡിഫറൻസ് ആർക്കും പറയാവുന്നതാണ്. 50 മുതൽ 60 വരെ എന്ന് പറയുമ്പോൾ വലിയ ഇതായി, 60 മുതൽ 70 വരെ എന്ന് പറയുമ്പോൾ അത് വലിയ അങ്ങനെ ഒരു, പക്ഷെ അങ്ങനെ ഇപ്പോൾ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കും. ഇന്നിപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ പോൾ ഇന്ന് റിസൾട്ട് വരേണ്ടതാണ്. അത് ചിലപ്പോൾ വരുമെന്ന് സംശയമാണെന്ന് പറയുന്നത്. കാരണം അവിടെ പലരും ഞാൻ ഇന്ന ആളിനാണ് വോട്ട് ചെയ്തതെന്ന് പറയാൻ പേടിയാണെന്നാണ് പറയുന്നത്. ഒരു 10 പേരെ എടുത്താൽ 6 പേര് പോലും സ്വന്തമായ അഭിപ്രായം പറയുന്നില്ല. നിങ്ങൾ TMCക്ക് വോട്ട് ചെയ്തോ BJPക്ക് വോട്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ അവർ മിണ്ടുന്നില്ല. കാരണം ഇത് ആരാണ് ചോദിക്കുന്നതെന്ന് അവർക്ക് ഉറപ്പില്ല. ഇത് കേട്ടോണ്ട് നിൽക്കുന്നവൻ ചിലപ്പം TMCക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്രസേനയെ അവിടെ നിർത്തുമെന്ന് പിന്നെ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാലും 60 ദിവസം അവിടെ കേന്ദ്രസേന ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കാരണം അവിടെ ഇല്ലെങ്കിൽ BJPക്കാരുടെ പ്രവർത്തകരുടെ കൈയും കാലും കാണുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്. അപ്പോൾ എന്തായാലും തമിഴ്നാട്, കേരളം, ബംഗാൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അഭിപ്രായ സർവേകൾ പറയുന്നു. പോണ്ടിച്ചേരിയും അസമും അത് BJPക്ക് ഒപ്പം നിൽക്കുമെന്നാണ് പറയുന്നത്. കാരണം ഹേമന്ത് ബിശ്വ ശർമ്മ
അവിടെ ഒരു ഏകഛത്രാധിപതിയായി കഴിഞ്ഞു. അതെ, അദ്ദേഹം ഈ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഗുണങ്ങൾ മുഴുവൻ ആസാമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. പിന്നെ ഈ ഗൗരവ് ഗൊഗോയ്ക്ക് അവിടെ വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹം വരാറ് പോലും ഇല്ലായിരുന്നു. അദ്ദേഹം പാർലമെൻറ്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കിടും. പിന്നെ ഭാര്യ വിദേശത്തുള്ള ആളാണ്, അങ്ങനെ വിദേശത്ത് പോകും. ഇപ്പോഴാണ് ഒരു 6 മാസമായിട്ട് അവിടെ ആസാമിൽ കാണുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഹെമന്ത് ബിശ്വ ശർമ്മ അവിടെ പൂർണ്ണമായും തൻ്റെ ഭരണത്തിൻ്റെ ഗുണങ്ങൾ 75% ജനങ്ങളിലും എന്തെങ്കിലും നേട്ടം ഭരണത്തിൻ്റെത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഈ മലപ്രദേശങ്ങളാണല്ലോ ഈ ആസാം എന്ന് പറയുന്നത്. അവിടെ അപ്പർ മേഖലയിൽ എല്ലാം റോഡ് പോലും ഇല്ലാത്തതാണ്. അവിടെ എല്ലാം വലിയ റോഡ് സൗകര്യം, റെയിൽ സൗകര്യമൊക്കെ കൊണ്ടുവന്ന് ആസാമിനെ ഒരു നവീന ആസാമാക്കി മാറ്റിയത് ഹെമന്ത് ബിശ്വ ശർമ്മയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് 3-2 ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പോണ്ടിച്ചേരി അതുപോലെ BJPയുടെ ഭരണത്തിൽ അവർ തൃപ്തി. ഹെമന്ത് ബിശ്വ ശർമ്മ ആസാമിൽ അങ്ങനെ വീണ്ടും വരാം. അതെ, ആസാമിൽ ഹെമന്ത് ബിശ്വ ശർമ്മ തുടരാനുള്ള സാധ്യതയാണ്. അതേ സാധനം തന്നെയാണ് പോണ്ടിച്ചേരിയിലും. അവിടുത്തെയും ജനങ്ങൾ BJP ഭരണത്തിൽ തൃപ്തരാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ചിലതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് അറിയാതെ ചോദിക്കേണ്ടി വരുന്നു. പക്ഷേ ചിലതൊക്കെ തന്നെ നമ്മുടെ കോമൺ സെൻസിനോടൊപ്പം നിൽക്കുന്ന ഫലങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതിനോടൊക്കെ തന്നെ അധികമൊന്നും ചേർന്ന് നിന്നുകൊണ്ട് അഭിപ്രായം പറയരുത് എന്ന് പറയുന്നവരുമുണ്ട്. കാരണം ഇപ്പോൾ പലയിടത്തും ത്രികോണ പോര് വളരെ ശക്തമായിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ബംഗാളിൽ മറ്റൊരു സാഹചര്യമാണുള്ളത്. തമിഴ്നാട്, കേരള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലൊരു സാഹചര്യം നിൽക്കുന്നത് കൊണ്ട് ഈ അഭിപ്രായ സർവേകളെ അധികമൊന്നും തലയ്ക്കകത്തേക്ക് കയറ്റേണ്ട എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അടുത്ത ഗിയറിലേക്ക് മാറിക്കഴിഞ്ഞു. അതിനി ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഏത് സ്ഥിതിയായിരിക്കും ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എന്ന് പറയാൻ വയ്യ. തെരുവിൽ തമ്മിലടിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് മലയാളികൾ പൊതുവിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്തരത്തിൽ ഒരു വിഴുപ്പലക്കലിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങളും തമ്മിലടിയും. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റ് സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.